അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ അലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, നാസുറുസുന്ന യൂട്യൂബ് ചാനലിലൂടെ ഒരു പുതിയ പഠന വിഷയത്തിന് നമ്മൾ സമാരംഭം കുറിക്കുകയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, നമ്മൾ വിചാരിച്ചാൽ പോലും മാറ്റി നിർത്താൻ സാധിക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വപ്നം എന്നത്. അഹ്ലാം, റുഇയ എന്നൊക്കെ അറബിയിൽ അതിനുപയോഗിക്കും. അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടൊരു സംഭവമാണ് സ്വപ്നം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പരാമർശിച്ച് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യന്റെ ശരീരം, ഇത് പരസ്പരമുള്ള കണക്ഷനും ഡിസ്കണക്ഷനും, അതേപോലെ തന്നെ നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്ത മറ്റൊരു മറ്റൊരു ശക്തിയുടെ, മറ്റൊരു സൃഷ്ടാവിന്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ ബോഡി, നമ്മുടെ ആത്മാവ് എന്നത് ബോധ്യപ്പെടുത്തുന്നതും, ഇതിനൊക്കെ ഒരു സൃഷ്ടാവും ഒരു നിയന്താവും ഉണ്ട് എന്ന് ഏതൊരു ബോധമുള്ള മനുഷ്യനെയും മനസ്സിലാക്കി കൊടുക്കുന്നതുമായ വലിയ ഒരു സംഗതിയാണ് മനുഷ്യന്റെ സ്വപ്നം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലതി ലം തമുത് ഫീ മനാമിഹ ഫയുംസികുല്ലതി ഖളാ അലൈഹൽ മൗത വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ച മനുഷ്യന്റെ ആത്മാവിനെ അവൻ പിടിച്ചു വെക്കുന്നു. അതേപോലെ മരിച്ചിട്ടില്ലാത്ത മനുഷ്യന്റെ ആത്മാവ് അവൻ ഉറങ്ങിക്കിടക്കുമ്പോഴും അള്ളാഹു പിടിച്ചു വെക്കുന്നു. എന്നിട്ട് ഫയുംസികുല്ലതി ഖളാ അലൈഹൽ മൗത്ത്, മരണം വിധിച്ച ആളാരാണോ ആ ആളുടെ ആത്മാവിനെ അള്ളാഹു അവിടെ പിടിച്ചു വെക്കും എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കും, അത് അയച്ചു കൊടുക്കുകയില്ല. വയുർസിലുൽ ഉഖ്റ, മരിച്ചിട്ടില്ലാത്ത ആളുടെ ആത്മാവിനെ അവന് അള്ളാഹു തിരിച്ചു നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ എന്ന് പറയൽ സുന്നത്ത. മരിപ്പിച്ച ശേഷം എന്നെ വീണ്ടും ജീവിപ്പിച്ച അള്ളാഹുവിന് സർവസ്തുതിയും എന്നാണ് പറഞ്ഞതിനർത്ഥം. അതായത് അന്നൗമു അഹുൽ മൗത്തി എന്നർത്ഥം. മരണത്തിന്റെ ഒരു സഹോദരനാണ് ഉറക്കം. ഒരു ചെറിയ സിമ്പലാണ് ശരിക്കും ഉറക്കം എന്ന് പറയുന്നത്. മരിച്ച ആളുടെ ബോഡിയുടെ അടുത്ത് നിന്നുകൊണ്ട് ഒരാൾ എന്ത് വിക്രിയകൾ കാണിച്ചാലും ആ ആള് അത് കാണുന്നില്ല, അറിയുന്നില്ല. അയാൾ അതേ കിടക്കുകയാണ്. ഗാഠനിദ്രയിലാണ്ട് കിടക്കുന്ന ഒരാളുടെ അടുത്ത് നിന്നുകൊണ്ട് ഒരാൾ ഇത്തരം ഗോഷ്ഠികൾ കാണിച്ചാലും അയാൾ ഒന്നും അറിയുന്നില്ല, തന്റെ പരിസരത്തുള്ള ഒന്നും അയാൾ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ ബോഡിയുമായി ആത്മാവിന്, അയാളുടെ റൂഹിന് ബന്ധമില്ല എന്നർത്ഥം. എങ്കിൽ പിന്നീട് അയാൾ ഉണരുന്ന സമയത്ത് അയാൾ പൂർവാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. മരണാനന്തര ജീവിതത്തിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് മനുഷ്യൻ ഉറങ്ങുന്നതും മനുഷ്യൻ ഉണരുന്നതും. ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ആത്മാവ് യഥാർത്ഥത്തിൽ ശരീരത്തിൽ നിന്ന് പുറത്തു കടന്ന ശേഷം മനുഷ്യന്റെ ആത്മാവിന്റെ ഒരു ലോകമുണ്ട്. ഈ ആത്മാവിന്റെ ലോകത്ത് ആ ആത്മാവ് പല കാര്യങ്ങളും കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യും. ആ ശരീരത്തിൽ കിടക്കുന്ന സമയത്ത് കാണാനും അറിയാനും സാധിക്കാത്ത പല കാര്യങ്ങളും ഈ ആത്മാവിന് കാണാനും അറിയാനും ബന്ധപ്പെടാനും സാധിക്കും. അതൊരു തോന്നൽ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ സ്വപ്നം കാണുമ്പോൾ അയാള് ആ സ്വപ്നം കണ്ട് അയാൾ ഉണർന്ന ശേഷം പിന്നെ അയാളുടെ മെമ്മറിയിൽ അയാൾ കണ്ട ആ സ്വപ്നം അയാൾക്ക് ഓർമ്മയിൽ വരികയാണ്. നോർമലി ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യൻ ഉറക്കിൽ അയാള് കട്ടിലിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ ഉറക്കിൽ എണീറ്റിട്ട് അയാൾ വീണ്ടും കിടക്കും. ചില ആൾക്കാർ എണീറ്റ് നടക്കുന്ന അസുഖമുള്ള ആളുകൾ വരെയുണ്ട്. അപ്പോ ഇതൊക്കെ ചെയ്യുന്ന ആ ശരീരം, ഇത് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഇങ്ങനെ വലതു ഭാഗത്തേക്ക് ഇത്ര സമയം കിടന്നു, ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നു, എണീറ്റിരുന്നിട്ട് വീണ്ടും ഒന്ന് കിടന്നു, ഇതൊന്നും ആ ശരീരം അറിയുന്നില്ല. അയാളുടെ മെമ്മറിയിൽ അതൊന്നുമില്ല. ഇതൊക്കെ അയാളുടെ ബോഡി ചെയ്ത കാര്യങ്ങളായിട്ട് പോലും. എന്നാൽ
അയാൾ കണ്ട സ്വപ്നം, അയാളുടെ ഈ ആത്മാവിന്റെ ഒരു ലോകത്ത് ആത്മാവ് കാണുന്ന ഒരു സംഭവ വികാസങ്ങളാണ് സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നം പല നിലക്കുള്ള സ്വപ്നങ്ങളുണ്ട്, അതിലേക്ക് പിന്നീട് വിശദമായിട്ട് വരാം. അപ്പോ ഈ ആത്മാവ് കണ്ട എന്ന് പറഞ്ഞാൽ അയാൾ കണ്ട സ്വപ്നത്തെ അയാൾ ഉണർച്ചയിൽ അയാളുടെ മെമ്മറിയിലേക്ക് ഞാൻ ഇന്നലെ ഇങ്ങനെയൊക്കെ കണ്ടു എന്ന് അയാൾക്ക് ബോധ്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ ശരിക്ക് ചിന്തിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് തന്നെ ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമി യതഫക്കറൂൻ എന്നാണ്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ സ്വപ്നത്തിൽ അള്ളാഹു ആത്മാവിനെ പിടിക്കുന്നതും സ്വപ്നം ഉറങ്ങിക്കിടക്കുന്ന ആൾക്കത് തിരിച്ചു കൊടുക്കുന്നതും മരിച്ച ആളുടെ ആത്മാവിനെ പിടിച്ചു വെക്കുന്നതും എന്നൊക്കെ പറഞ്ഞ ഈ ആയത്ത്, ഇത് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോ ഞാൻ അത് പറഞ്ഞ് നീട്ടുന്നില്ല. സ്വപ്നം എന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഈ പറഞ്ഞതിലപ്പുറം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മളൊക്കെ പലപ്പോഴും സ്വപ്നം കാണുന്നവരാണ്. പല സുഹൃത്തുക്കളും പല ആളുകളും നമ്മളോടൊക്കെ സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്. അവർ കണ്ട സ്വപ്നത്തെ അതിനെന്താ വ്യാഖ്യാനം എന്നൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ സ്വപ്ന വ്യാഖ്യാതാക്കളല്ല, സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ആളുകൾക്ക് വേണ്ട കുറെ ക്വാളിറ്റികളുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന സമയങ്ങളിൽ മറ്റു അവസരങ്ങളിൽ ഇത് തുടർച്ചയായിട്ട് ഒരുപാട് തുടർന്നു പോകേണ്ട ഒരു സംഗതിയാണ്. ഓരോ സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങളെ കുറിച്ചും നമ്മൾ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സംസാരങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ്. നമ്മൾ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ആളുകൾക്ക് വേണ്ട കുറെ ക്വാളിറ്റികളുണ്ട്. അപ്പൊ നമ്മളൊന്നും സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും ഇപ്പൊ അങ്ങനെ സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവലംബിക്കുന്നത് മഹാന്മാരായ പൂർവികരായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു സീരീൻ തങ്ങള്, അതേപോലെ വലിയ വലിയ താബിഈങ്ങൾ, ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ച സ്വപ്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. ഇതിനെ അവലംബമാക്കിക്കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ട സ്വപ്നത്തെ നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതും. അതുപോലെ മറ്റു പലരും നമ്മളോട് അന്വേഷിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്ക് നോക്കിയിട്ടാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇങ്ങനെയാവാം എന്ന സാധ്യതയെ കുറിച്ച് നമ്മൾ പറയാറുള്ളതും. അപ്പോ നമ്മളിതിൽ അവലംബിക്കുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ റഹ്മഹുല്ലാഹി തങ്ങളുടെ മുൻതഖബുൽ കലാമി ഫി തഫ്സീരിൽ അഹ്ലാം എന്ന ഗ്രന്ഥവും, അതേപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഗനിയുൻ നാബുൽസി തങ്ങളുടെ തഅ്തീറുൽ അനാമി ഫി തഅ്ബീറിൽ മനാം എന്ന ഗ്രന്ഥവും ഇത് അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈ സംസാരങ്ങളിൽ സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങളെ കുറിച്ച് അവതരിപ്പിക്കുന്നത്. അപ്പോ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ റഹ്മഹുല്ലാഹി തങ്ങൾ താബിഈയാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായിരുന്നു. വലിയ മഹാനാണ് അദ്ദേഹം. വലിയ ഫഖീഹായിരുന്നു, വലിയ സൂക്ഷ്മതയുള്ള പണ്ഡിതനായിരുന്നു, വലിയ മുഹദ്ദിസായിരുന്നു. എല്ലാ വിജ്ഞാന ശാഖയിലും അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹം ദുന്യവിയായ എല്ലാ ഇച്ഛകളിൽ നിന്നും അകന്നു നിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ബഹുമാനപ്പെട്ട അയ്യൂബ് റഹ്മഹുല്ല ഇമാം മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഷാമിലെ ഖാളിയാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഭരണാധികാരി അദ്ദേഹത്തെ ഷാമിലെ ഖാളിയാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോ അദ്ദേഹം യമാമയിലേക്ക് ഓടിപ്പോയിന. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹത്തെ ഖാളിയാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോവും. അതേപോലെ അദ്ദേഹം ഏതെങ്കിലും ഒരു രാജ്യത്ത് വന്നാൽ അദ്ദേഹം അവിടെ ആരെയും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ടാണ് ജീവിക്കുക. അദ്ദേഹത്തെ പിടിച്ച് ഖാളിയാക്കുവോ എന്നുള്ള പേടി കാരണം. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ബസറയിലേക്ക് അദ്ദേഹം വന്നപ്പോ അദ്ദേഹം ബസറയിൽ നിന്ന് പിന്നെ തിരിച്ചു പോകുന്നത് വരെ അദ്ദേഹം ഒളിച്ചു ജീവിക്കുന്നത് പോലെയാണ് ജീവിച്ചിരുന്നതെന്നാ. മാത്രല്ല ബഹുമാനപ്പെട്ട ഉബാദ് ബിൻ ഉബാദ് എന്ന് പറയുന്ന മഹാൻ ഇബ്നു സിരീൻ തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഡമസ്കസിലേക്ക് ബഹുമാനപ്പെട്ടവർ വന്നപ്പോ 4 കൊല്ലം അദ്ദേഹം ഡമസ്കസിൽ ജീവിച്ചു. ഈ 4 കൊല്ലം അദ്ദേഹം ഡമസ്കസിലുണ്ട് എന്ന് ഒരാളും അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് ഖാളിയാക്കോ എന്നുള്ള പേടി കാരണം. അത്രയും ദുന്യവിയായ കെട്ടുബന്ധങ്ങളിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന വലിയ സൂഫിയും ആബിദും ആലിമുമായിരുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട
ഇബ്നു സീരീൻ തങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളും കൂടിയാണ് ബഹുമാനപ്പെട്ടവർ. വലിയ മഹാനാണ് അർത്ഥം. അദ്ദേഹമാണ് ലോക പ്രശസ്തനായ ഏറ്റവും വലിയ സ്വപ്ന വ്യാഖ്യാതാവായിട്ട് അറിയപ്പെടുന്ന ഒരു വലിയ മഹാൻ. അതേപോലെ നിരവധി ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ഈ പഠന പരമ്പരയിൽ നമ്മൾ അവലംബമാക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ തങ്ങളുടെ മുൻതഖബുൽ കലാമി ഫി തഫ്സീരിൽ അഹ്ലാം എന്ന ഗ്രന്ഥവും, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനിയുൻ നാബൽസി തങ്ങളുടെ തഅ്തീറുൽ അനാമി ഫി തഅ്ബീരിൽ മനാം എന്ന ഗ്രന്ഥവുമാണ്. സ്വപ്നവുമായി ബന്ധപ്പെട്ട് കുറെ തെറ്റിദ്ധാരണകളുണ്ട്. ഈ സമയത്ത് ഇന്ന സമയത്ത് കണ്ടാൽ പ്രശ്നമുണ്ടോ, ഏത് സമയത്ത് കാണുന്ന സ്വപ്നത്തിനാണ് കൂടുതൽ സുഹത്ത് ഉണ്ടാവുക, സ്വീകാര്യത ഉണ്ടാവുക, കൂടുതൽ വിശ്വാസയോഗ്യമായ സ്വപ്നം ഏത് സമയത്ത് കാണുന്ന സ്വപ്നമാണ്, അതേപോലെ ഏത് അവസ്ഥയിൽ കാണുന്ന സ്വപ്നമാണ്, സ്വപ്നം കാണുന്ന വ്യക്തികൾക്കുണ്ടാകേണ്ട ക്വാളിറ്റി അവസ്ഥകൾ, ഇന്ന അവസ്ഥയിലുള്ള ആളുകൾ സ്വപ്നം കണ്ടാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ, സ്വപ്നം നമ്മൾ കണ്ടാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, ആരാണ് വ്യാഖ്യാനിക്കേണ്ടത്, വ്യാഖ്യാനിച്ചാൽ തന്നെ അതിൻ്റെ വിശ്വാസ്യത എത്രമാത്രമാണ്, ഇങ്ങനെ പല കാര്യങ്ങളും. അതേപോലെ അശുദ്ധിയുള്ള സ്ത്രീകൾ സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം സ്വീകരിക്കാമോ, ജനാപത്തുകാരനായ ഒരാൾ സ്വപ്നം കണ്ടാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ, ഇങ്ങനെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ, പലയാതി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് കൂടുതൽ ലെങ്ത് ഇല്ലാത്ത വോയിസുകളാക്കി ഒരു 10 മിനിറ്റ് 15 മിനിറ്റിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ വളരെ പരമാവധി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ അറബി വാചകങ്ങളും മറ്റൊക്കെ പരമാവധി ഒഴിവാക്കി മലയാളത്തിൽ തന്നെ കൃത്യമായി അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ചില വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ ഹദീസുകളും ആയത്തുകളൊക്കെ ഉൾപ്പെടുത്തേണ്ടി വരുമ്പോൾ അതിനുവേണ്ടി ഉൾപ്പെടുത്തുക. അല്ലാത്ത കാര്യങ്ങളൊക്കെ പരമാവധി നമ്മളൊരു സംസാര രീതിയിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകളുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത് സംസാരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് ഈ വിഷയം സംബന്ധിയായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും പഠിക്കാനും ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ നിങ്ങളെല്ലാവരും അത് പഠിക്കാനും അതിനുവേണ്ടി മാനസികമായി താല്പര്യമുള്ള ആളുകൾ, എല്ലാവർക്കും ചിലപ്പോൾ അതൊന്നും എല്ലാ മേഖലയും താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. താല്പര്യമുള്ള ആളുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.